നമുക്ക് കാണാൻ സാധിക്കുന്നത്. പച്ചക്കൊടിയുമായി കായിക താരങ്ങൾ മുന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വള്ളംകളിക്ക് വേണ്ടി ട്രാക്ക് ഒരുങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. വള്ളംകളി അല്പസമയത്തിനുള്ളിൽ ചുണ്ടൻ വള്ളങ്ങളുടെ വാശിയോടുകൂടിയുള്ള പോരാട്ടം നടക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിന് വേണ്ടി അല്പസമയത്തിനുള്ളിൽ തന്നെ തുടക്കമാകും. ഒന്നാം ട്രാക്കിൽ ആനാരിയുണ്ട്. നാലാമത്തെ ട്രാക്കിൽ കാരിച്ചാല, മൂന്നാമത്തെ ട്രാക്കിൽ കരുവാറ്റ, വെള്ളംകുളങ്ങര, രണ്ടാമത്തെ ട്രാക്കിൽ എന്നിങ്ങനെയാണ് ഫസ്റ്റ് ഹീറ്റ്സ് നടത്തുക. ട്രാക്ക് ക്ലിയർ ആണെന്ന് അറിയിച്ചുകൊണ്ട് ഇതാ ആദ്യമേ വെള്ളപ്പതാകയുമായി അവർ എത്തുന്നു ഫിനിഷിംഗ് പോയിന്റിലേക്ക്. അവിടുന്ന് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് പച്ചപ്പതാകയും എന്തി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇതോടുകൂടി ട്രാക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മത്സരം ആരംഭിക്കുന്നു. ഒന്നാമത്തെ ട്രാക്കിൽ ആനാരി ചുണ്ടൻ, 2020 പുതിയ വള്ളമാണ് ആനാരി ചുണ്ടൻ. കൈനകരി ടൗൺ ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന ആനാരി ചുണ്ടനാണ് ഒന്നാമത്തെ ട്രാക്കിലുള്ളത്. രണ്ടാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കായൽപ്പുറമാണ് നയിക്കുന്നത്. മൂന്നാമത്തെ ട്രാക്കിൽ വരുന്നത് കരുവാറ്റ ശ്രീവിനായകനാണ്. കരുവാറ്റയിൽ നിന്നുള്ള വള്ളമാണ്, ഗണപതിയുടെ പേരിലുള്ള വള്ളമാണ്. വരുന്നു. നാലാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ ജലരാജാവാണ്. 16 തവണ നെഹ്റു ട്രോഫി നേടിയ, 2 തവണ ഹാട്രിക് അടക്കം നേടിയ, കഴിഞ്ഞ തവണത്തെ ജേതാവായിട്ടുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ തോളിലേറി 2024 ജേതാവായ, 2016 ജേതാവായ കാരിച്ചാൽ എന്ന് പറയുന്ന കോഴിമുക്ക് നാരായണാചാര്യയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം നിർമ്മിച്ച ഒരു വള്ളം, ചരിവള്ള വള്ളം. മോഹൻലാൽ, വള്ളംകളിയിലെ മോഹൻലാൽ, കായൽ രാജാക്കന്മാർക്കിടയിലെ മോഹൻലാൽ എന്നറിയപ്പെടുന്ന കാരിച്ചാൽ ചുണ്ടൻ 16 വട്ടം കപ്പടിച്ചിട്ടുള്ള ചുണ്ടനാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും 71ാമത് പുന്നമടക്കായലിലെ വള്ളംകളി മത്സരത്തിൽ അവർ തന്നെ നേടുമോ? ഇതിപ്പോൾ നമ്മൾ കാണുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഒരൊറ്റ വിസിൽ മതി. ഇനിയും 4 പടക്കുതിരകളെ പോലെ ജലരാജാക്കന്മാരായിട്ടുള്ള ആനാരിയും വള്ളംകുളങ്ങരയും കരുവാറ്റ ശ്രീവിനായകനും കാരിച്ചാലും ഒന്നിനൊന്നായി മുന്നോട്ട് പോകും. കാരിച്ചാലിന്റെ കടുത്ത ആരാധകരാണ്. ഇതിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ 4 വള്ളങ്ങളും അപ്പർ കുട്ടനാട്, പ്രത്യേകിച്ച് ഹരിപ്പാട് മേഖലയിൽ നിന്നുള്ള വള്ളങ്ങളാണ്. ഈ ഹരിപ്പാട് മേഖലയിൽ നിന്നുള്ള വള്ളങ്ങൾ ഒരുമിച്ച് മത്സരിക്കുമ്പോൾ ഇതിൽ ചില വള്ളങ്ങൾ ഒരു പരിശീലനത്തിൽ അല്പം പിന്നിൽ നിന്ന് വള്ളമാണ്. പക്ഷേ കാരിച്ചാലിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാര്യം കാരിച്ചാൽ സ്വന്തം നാട്ടിൽ നിന്ന് തുഴഞ്ഞു വരികയാണ്. അവർക്ക് ഇത്തവണ കപ്പടിച്ചേ പറ്റൂ. സ്വാഭാവികമായിട്ടും നേരത്തെ പോലെയല്ല, ബോട്ട് ക്ലബിന്റെ പിന്തുണയില്ല, നാട്ടുകാർ തന്നെയാണ് കാരിച്ചാൽ തുഴയുന്നത് എന്നുണ്ട്. ആ പേരും പെരുമയും കാരിച്ചാൽ നിലനിർത്തുമോ അതോ മറ്റൊരു മേപ്പാടൻ ചുണ്ടൻ ഇത്തവണ ബോട്ട് ക്ലബിന്റെ ഏറ്റവും ശക്തമായ ബോട്ട് ക്ലബിന്റെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കൂടെ മത്സരിക്കുന്ന മേപ്പാടനാണോ കപ്പടിക്കുക എന്നുള്ളൊരു സംശയമാണ് ആദ്യം മുതൽ തന്നെ. ഈ ജലരാജാവ് ആരെ എന്നുള്ളൊരു സംശയത്തിൽ ഓരോ ആരാധകനും ഓരോ സമയത്തും ഓരോ വള്ളപ്രേമിയും ഓരോ വള്ളംകളി പ്രേമിയും പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഇനിയും നമുക്ക് കാണാനുള്ളതും അത് തന്നെയാണ്. നമുക്ക് കാഴ്ചകളെ ആ വള്ളംകളി ഒരു വെള്ളക്കൊടിയും പച്ചക്കൊടിയുമായി പോയത് സായിലെ താരങ്ങളാണ്. അതിനുശേഷം അവർ ആ സായിലെ താരങ്ങൾ ആ പുന്നമടയുടെ ഓളപ്പരപ്പിൽ, ജലയുദ്ധം നടക്കുന്ന ഓളപ്പരപ്പിൽ അവരിങ്ങനെ ഒരു അല്പസമയം കിട്ടുള്ളൂ, അവരിങ്ങനെ കളിക്കുകയാണ്. കാര്യം അവർ കനോയിങ് കയാക്കിങ് നടത്തുന്ന താരങ്ങളാണ്. പക്ഷേ അവർക്ക് ഈ ഒരു അവസരം മാത്രമായിരിക്കും, അവിടുത്തെ ഏറ്റവും മികച്ച താരങ്ങളായിരിക്കും, ദേശീയ താരങ്ങളായിരിക്കും, അവർക്കാണ് ഇതിനുള്ള അവസരം ഉണ്ടാകുക. അവർ പച്ചക്കൊടിയും വെള്ളക്കൊടിയുമായി മുന്നോട്ടും പിന്നോട്ടും യാത്ര ചെയ്ത് വള്ളങ്ങളുടെ സ്വന്തം നാട്ടിൽ ഏറ്റവും മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. ശാന്തമായി കിടക്കുന്ന കായൽ, വേമ്പനാട്ട് കായൽ, 3 തുരുത്തുകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള 3 തുരുത്തുകൾക്കകത്ത് കിടക്കുന്ന പാതിരാമണലിനകത്ത് കിടക്കുന്ന വേമ്പനാട്ട് കായൽ. ആ വേമ്പനാട്ട് കായലിലെ പുന്നമടയിലേക്ക് നെഹ്റു ട്രോഫി വള്ളംകളി എത്തിയ നാൾ മുതൽ നമുക്ക് കാണാം അതിമനോഹരമായ ഒരു കാഴ്ച. ഒരുപക്ഷെ ലോകത്തെങ്ങുമേ ഇതുപോലെ ഒരു മനോഹരമായ കാഴ്ച ഉണ്ടാകില്ല. വള്ളങ്ങളും വെള്ളവും എല്ലാം നിറയുന്ന ഒരു കാഴ്ച, അതിന്റെ ആരാധകർ നിറയുന്ന ഒരു കാഴ്ച. തെന്നിത്തെറിച്ചുകൊണ്ട് ഓരോ വള്ളങ്ങളും ഓരോ കായൽ രാജാക്കന്മാരും പാഞ്ഞു പോകുന്ന ഒരു കാഴ്ച. ഇതിനുവേണ്ടിയുള്ള സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി 10,000-കണക്കിന് ആരാധകർ, വള്ളംകളി ആരാധകർ ഇരുകരകളിലുമായി നിരന്നു നിൽക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ആവേശം നിറയ്ക്കുന്ന ഒരു കാഴ്ച. പച്ചപ്പാടങ്ങൾ നിറഞ്ഞിട്ടുള്ള ഈ നാട് കുട്ടനാട്. ആ കുട്ടനാട്ടിന്റെ കായൽപ്പരപ്പിലിതാ ആ കായൽ കറുത്ത് കിടക്കുന്ന കായൽ. ആ കറുത്ത് കിടക്കുന്ന കായലിലേക്ക് ആ ഹൗസ് ബോട്ടുകൾ നോക്കിയാൽ ആ ഹൗസ് ബോട്ടുകളുടെ മുകളിലെല്ലാം വള്ളംകളി പ്രേമികളാണ്. ദേശമില്ല, ഭാഷയില്ല, ഭാഷ വ്യത്യാസമില്ല, ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ അവരൊക്കെ തന്നെ അതിന്റെ മുകൾ കയറിയിരിക്കുകയാണ്. അവർക്കൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അവർക്കൊറ്റ വികാരം മാത്രമേ ഉള്ളൂ. നെഹ്റു ട്രോഫി വള്ളംകളി, ജലോത്സവങ്ങളിലെ രാജാവ് നെഹ്റു ട്രോഫി കാണുക, നെഹ്റുവിന്റെ പേരിലുള്ള കപ്പ് ആരുയർത്തും എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇപ്പോൾ ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമുക്ക് ആ വള്ളങ്ങൾ 4 വള്ളങ്ങൾ ചീറിപ്പായുന്ന ഒരു കാഴ്ച. ഒരു സംശയവും വേണ്ട, ഞാൻ പറയാം, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വള്ളം കാരിച്ചാലാണ്. കാരിച്ചാൽ 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.
16 തവണ കാരിച്ചാൽ കപ്പടിച്ചിട്ടുണ്ട്. ആ കരുത്ത് കൊണ്ടാണ് ഇപ്പോൾ കണ്ണൻ നായർ ആവേശത്തോടു കൂടി പറയുന്നത്. കാരിച്ചാൽ ഒന്നാമത്തെ ട്രാക്കിൽ ഫസ്റ്റ് ഹിറ്റ്സ് മത്സരങ്ങൾ നടക്കുമ്പോൾ 4ാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്ന കാരിച്ചാൽ ഒന്നാമതെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ കണ്ണൻ നായർ പറയുന്നു. എന്നാൽ കരുവാറ്റ ശ്രീവിനായകൻ ജയിച്ചിട്ടില്ല ഇതുവരെ. എങ്കിൽ തന്നെയും മങ്കൊമ്പ് ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന ശ്രീവിനായകൻ ഇത്തവണ ഒരു അട്ടിമറി നടത്തുമോ എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. വെള്ളംകുളങ്ങര 2 തവണ അവർ നല്ല മത്സരം കാഴ്ചവെച്ചതാണ്. 88-ലും 2002-ലും വെള്ളംകുളങ്ങര ചാമ്പ്യന്മാരായിട്ടുള്ള വള്ളമാണ്. അതോടൊപ്പം തന്നെ 2020-ൽ പുതുക്കിപ്പറഞ്ഞിട്ടുള്ള ആനാരി ചുണ്ടൻ സംശയിക്കേണ്ട 2010-ലും 2020-ലും പുതിയ വള്ളമായി വന്നിട്ടുള്ളതാണ്. 1954-ൽ അവർ കപ്പടിച്ചിട്ടുണ്ട്. നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ 2 അട്ടിമറി വീരന്മാർക്കൊപ്പമാണ് ഇത്തവണ കാരിച്ചാൽ മത്സരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ കാരിച്ചാലിന്റെ രഞ്ജിത്ത് സഞ്ജീവ് ക്യാപ്റ്റനായിട്ടുള്ള കാരിച്ചാൽ ചുണ്ടന ഇത്തവണ ഒരു അത്ഭുതം. രഞ്ജിത്ത് സഞ്ജീവ് ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ചായിരുന്നു. സിനിമാ നടനായിട്ടുള്ള രഞ്ജിത്ത് സഞ്ജീവാണ് ഈ കാരിച്ചാലിന്റെ ക്യാപ്റ്റനായിട്ടുള്ളത്. അദ്ദേഹം നാട്ടുകാരനല്ല, പക്ഷേ വള്ളംകളി പ്രേമി ആയതുകൊണ്ട് തന്നെ ആ വള്ളത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു ക്യാപ്റ്റൻസി അദ്ദേഹം വാങ്ങിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് വലിയ ചിലവുള്ള ഒരു പരിപാടിയാണ്. 1 കോടി രൂപ 1.5 കോടി രൂപയെങ്കിലും വേണം. അതുകൊണ്ട് ഈ കാരിച്ചാലിലെ നാട്ട് പ്രമാണിമാർക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ മാത്രം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ക്യാപ്റ്റനെ പുറത്തുനിന്ന് വന്നെങ്കിൽ പോലും ഒരു സംശയം വേണ്ട, കാരിച്ചാൽ 1ാം സ്ഥാനത്തേക്ക് എത്തുന്നേ ട്രാക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. വലിയ ആവേശത്തോടു കൂടി 4 വള്ളങ്ങൾ ഒരേ രീതിയിൽ അണിനിരക്കുകയാണ്. ഇങ്ങനെ ഒരു കാഴ്ച എവിടെ കാണാൻ സാധിക്കും? തീർച്ചയായിട്ടും അതെ. 1ാമത്തെ ട്രാക്കിൽ ഇതാ ആനാരി ചുണ്ടനുണ്ട്. 2ാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങരയുണ്ട്. 3ാമത്തെ ട്രാക്കിൽ കരുവാറ്റ ശ്രീവിനായകനുണ്ട്. കാരിച്ചാൽ 4ാമത്തെ ട്രാക്കിലാണ്. 4 മിനിറ്റ് കൊണ്ട് ഇവരത് കവർ ചെയ്തു കാണുമ്പോൾ 1140 മീറ്റർ നീളമുള്ള ഈ ട്രാക്കിലേക്ക് ഇവർ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ മുതൽ പായാൻ തുടങ്ങും. ഓരോ ശ്വാസത്തിൽ ഓരോ ആയത്തിൽ ഓരോ പങ്കായും എറിഞ്ഞുകൊണ്ടുള്ള അവരുടെ ഈ യാത്രയുണ്ടല്ലോ, ആ യാത്രയിൽ ഇരുകരകളിൽ നിൽക്കുന്നവർ ആവേശത്തോടുകൂടി അവർക്ക് ഇതാ ആ വള്ളംകളിയുടെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് വളരെ ശാന്തമാണ്. ഇപ്പോൾ ഇനിയും ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദത്തിന് ശേഷം ഒരു പങ്കപ്പാടുണ്ട്. അതിനുശേഷം ഒരു വള്ളപ്പാട് ദൂരങ്ങളിലേക്ക് എതിരാളികളെ മറ്റിമറിക്കുന്ന രീതിയിലേക്ക് കരുത്ത് ചുരമാന്തുന്ന കരകൾ ഉയർത്തിക്കൊണ്ട് അവർ ഓരോരുത്തരായി പങ്കായം പിടിച്ച് ആ ഓരോ കളിവള്ളം പോലെ ഈ വലിയ ചുണ്ടൻ വള്ളത്തെ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയുണ്ട് കണ്ണ. ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നാം പാത്തിട്ടേ